അടുത്ത കാലത്തായി ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിക്കുന്നതെല്ലാം സർവ്വം മായയാണ്. ആരും കാണാത്ത പലരെയും BCCI കാണുന്നു. എന്നാൽ എല്ലാവരും കാണുന്ന പലരെയും BCCI കാണുന്നുമില്ല. ചിത്രത്തിൽ പോലുമില്ലാത്ത പലരും വലിയ സ്ഥാനങ്ങളിൽ അവരോധിക്കപ്പെടുന്നു. അതുപോലെ വലിയ ആഘോഷത്തോടെ കെട്ടിയിറക്കിയ പലരും ഒരു സുപ്രഭാതത്തിൽ മാഞ്ഞു പോകുന്നതും കാണുന്നു. ഇപ്പോൾ വീണ്ടും ഒരു വാർത്ത ക്രിക്കറ്റ് സർക്കിളുകളിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ടെസ്റ്റ് കോച്ച് എന്ന ഗംഭീറിൻ്റെ കസേരയ്ക്ക് ഇളക്കം തട്ടി എന്നാണ് പുതിയ വാർത്ത. പകരം ഉയർന്നു കേൾക്കുന്നതാകട്ടെ VVS ലക്ഷ്മൺ എന്ന ഒരു മുൻ ഇതിഹാസത്തിൻ്റെ പേരും. 2.5 പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ BCCI VVS ലക്ഷ്മണിനെ സമീപിച്ചതായാണ് പുതിയ വാർത്ത. ഇത് പുറത്തുവിട്ടത് PTI എന്ന ഇന്ത്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ്. പക്ഷേ BCCIയുടെ ആഗ്രഹത്തെ ലക്ഷ്മൺ സ്നേഹപൂർവ്വം നിരസിച്ചെന്നും വാർത്ത പറയുന്നു. ബംഗളൂരുവിലുള്ള നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ തലവനാണ് ലക്ഷ്മൺ. ഇപ്പോൾ 2 വർഷം കരാർ അവിടെ ബാക്കിയുള്ള ലക്ഷ്മൺ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ തുടരാനുള്ള താൽപ്പര്യം അറിയിക്കുകയായിരുന്നു. നേരത്തെ രാഹുൽ ദ്രാവിഡ് സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം സമീപിച്ചിരുന്നുവെങ്കിലും അന്നും ലക്ഷ്മൺ താൽപ്പര്യമില്ല എന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ ഈ വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഹോട്ട് ടോപ്പിക്കാക്കി മാറ്റിയതോടെ വിശദീകരണവുമായി BCCI സെക്രട്ടറി ദേവജിത്ത് സാക്കിയ നേരിട്ടെത്തി. ഗംഭീറിനെ മാറ്റാൻ ഒരു പ്ലാനുമില്ലെന്ന് തീർത്തു പറഞ്ഞ സാക്കിയ കരാർ അവസാനിക്കും വരെ ഗംഭീർ സ്ഥാനത്തുണ്ടാകുമെന്നും തീർത്തു പറഞ്ഞു. റെപ്യൂട്ടഡായ ന്യൂസ് ഏജൻസികൾ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് പറഞ്ഞ സാക്കിയ അങ്ങനെയൊരു സാധ്യതകളുടെ വാതിൽ കൊട്ടിയടക്കുന്നതാണ് കണ്ടത്. 2027 വരെയാണ് ഗംഭീറിന് ഇന്ത്യൻ കോച്ചിംഗ് കോൺട്രാക്റ്റ് ഉള്ളത്. അതിനിടയിൽ ഇന്ത്യക്ക് ഏതാനും ടെസ്റ്റ് പരമ്പരകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 2026 ഓഗസ്റ്റിൽ ലങ്കയ്ക്കെതിരെയും ഒക്ടോബറിൽ ന്യൂസിലൻഡിനെതിരെയും 2 മത്സരങ്ങളടങ്ങിയ പരമ്പരകൾ. അതിനുശേഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയിൽ വെച്ച് ബോർഡർ ഗവാസ്കർ ട്രോഫിയും കളിക്കാനുണ്ട്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യ നിലവിൽ 6ാം സ്ഥാനത്താണ്. 9 മത്സരങ്ങൾ ഇതിനോടകം കളിച്ച് ഇന്ത്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്തണമെങ്കിൽ ഒരു മിറാക്കിൾ തന്നെ സംഭവിക്കണം. മറ്റൊന്ന്, 2020 ലോകകപ്പും IPLഉം ഇംഗ്ലണ്ട് പര്യടനവുമെല്ലാം തീർന്ന് ഓഗസ്റ്റിൽ മാത്രമാണ് ഇനി ടെസ്റ്റ് കളിക്കേണ്ടതായുള്ളത്. അത്രയും സമയമുണ്ടായിരിക്കെ ടെസ്റ്റ് കോച്ചിനെ തിടുക്കപ്പെട്ട് മാറ്റേണ്ട എന്നും BCCI കരുതുന്നുണ്ടാകാം. മാത്രമല്ല, നിർണായകമായ 2020 ലോകകപ്പ് അടുത്തിരിക്കെ ഗംഭീറിന്റെ സ്ഥാനം അനിശ്ചിതത്വത്തിലാക്കേണ്ട എന്നും കരുതുന്നുണ്ടാകാം. ഡിഫറൻറ്റ് ഫോർമാറ്റുകളിൽ ഡിഫറൻറ്റ് ക്യാപ്റ്റന്മാർ എന്നത് വർത്തമാന ക്രിക്കറ്റിൽ അത്ര വലിയ കാര്യമല്ല. ഉദാഹരണമായി ബ്രണ്ടൻ മക്കല്ലം ഇംഗ്ലീഷ് ടെസ്റ്റ് ടീം കോച്ചായി ഇരിക്കുമ്പോൾ മാത്യു മോട്ടായിരുന്നു വൈറ്റ് ബോൾ കോച്ച്. 2 വർഷത്തോളം അങ്ങനെ തുടർന്നതിന് ശേഷമാണ് ബ്രണ്ടൻ മക്കല്ലം വൈറ്റ് ബോൾ കോച്ചിംഗ് സ്ഥാനവും ഏറ്റെടുത്തത്. ജേസൺ ഗില്ലസ്പിയെ ടെസ്റ്റിലെയും ഗാരി കേസ്റ്റനെ വൈറ്റ് ബോളിലെയും കോച്ചുമാരാക്കി പാകിസ്ഥാനും പരീക്ഷണം നടത്തിയിരുന്നു. തൻ്റെ കോച്ചിംഗ് കാലയളവിൽ റിസൾട്ടുകളെ മാനദണ്ഡമാക്കുകയാണെങ്കിൽ നിശ്ചയമായും ടെസ്റ്റ് കോച്ച് എന്ന സ്ഥാനം നിലനിർത്തണമെന്ന് പറയാൻ ഗംഭീറിന് ഒരു അധികാരവുമില്ല. കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ നാളിന്ന് വരെ നേരിട്ടിട്ടില്ലാത്ത അത്രയും മോശം റെക്കോർഡാണ് ഗംഭീർ യുഗം ഇന്ത്യക്ക് നൽകിയത്. 1 പതിറ്റാണ്ടിന് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി അടിയറവ് വെച്ചു. 24 വർഷത്തിന് ശേഷം ഇന്ത്യയിലൊരു ടെസ്റ്റ് പരമ്പര വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. 25 വർഷങ്ങൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയോട് നാട്ടിൽ തോറ്റു. ഈഡൻ ഗാർഡനിൽ ദക്ഷിണാഫ്രിക്കയോട് 408 റൺസിൻ്റെ റെക്കോർഡ് തോൽവി ഏറ്റുവാങ്ങി. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി ഫൈനലിൽ എത്താതിരുന്നു. കോച്ച് എന്ന നിലയിൽ 19 ടെസ്റ്റുകളിൽ ഇന്ത്യയെ നയിച്ച ഗംഭീർ 10 തോൽവികൾ ഏറ്റുവാങ്ങി. 2 ടെസ്റ്റുകൾ സമനിലയിൽ പിരിഞ്ഞു. വിജയം 7 എണ്ണത്തിൽ മാത്രം. വിജയത്തിൽ 4 എണ്ണം ബംഗ്ലാദേശ്, വിൻഡീസ് എന്നിവർക്കെതിരെയാണ്. ഇംഗ്ലണ്ടിൽ പോയി പരമ്പര സമനിലയിലാക്കിയത് മാത്രമാണ് ഗംഭീറിന് എടുത്തു പറയാനുള്ള നേട്ടം. സത്യത്തിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് ഏറ്റവും അധികം കോച്ചിങ്ങും മെൻറ്റർഷിപ്പും ആവശ്യമുള്ള സമയമാണിത്. 2020 പോലെയോ ഏകദിനം പോലെയോ താരങ്ങളുടെ ധാരാളിത്തമോ ഒന്നിലധികം ഓപ്ഷനുകളോ ടെസ്റ്റ് ടീമിനില്ല. കാരണം മുൻകാലങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മോശം ബാറ്റിംഗ് ലൈനപ്പാണിത്. പല പൊസിഷനുകളിലും ആരും ഇതുവരെയും സ്ഥിരം സാന്നിധ്യമായിട്ടില്ല. ജയ്സോളിനൊത്തൊരു ഓപ്പണിംഗ് പെയർ ആരെന്നതിൽ ഇനിയും വ്യക്തതയില്ല. നിർണായകമായ 3ാം നമ്പറിലും 5ാം നമ്പറിലും ആരെന്നതിലും വ്യക്തതയില്ല. ഒരു കാലത്ത് ഇന്ത്യയുടെ സ്ട്രോങ് ഏരിയ ആയിരുന്ന സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിനും പോയ കാലത്തെ കരുത്തില്ല. ബുംറയ്ക്കും സിറാജിനുമപ്പുറം ലക്ഷണമൊത്തൊരു 3ാം പേസറുമില്ല. അതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷത്തെങ്കിലുമുള്ള ഒരു ടെസ്റ്റ് ടീമിനെ സെറ്റാക്കിയെടുക്കേണ്ട സമയമാണിത്. അതിൽ അമാന്തിച്ചു നിന്നാൽ തിരിച്ചടികൾ തുടർക്കഥയായേക്കും. ഇന്ത്യയിലൊരു ടെസ്റ്റ് പരമ്പര ഒരു കാലത്ത് മറ്റു ടീമുകൾ മറന്ന സ്വപ്നമായിരുന്നുവെങ്കിൽ ഇന്നത് ആർക്കും എത്തിപ്പിടിക്കാവുന്ന ഒന്ന് മാത്രമാണ്. 2 പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാകും അടുത്ത വർഷം ഓസീസും വരിക. ടീം ലൈനപ്പിൽ പോലും ഒരു വ്യക്തതയില്ലാത്ത സമയത്ത് കോച്ചെന്ന മുൾക്കിരീടം ഏറ്റെടുക്കുന്നത് ആത്മഹത്യയാകുമെന്ന് ഒരു പക്ഷേ ലക്ഷ്മണിനും അറിയാമായിരിക്കും. IPL മെൻറ്റർ, നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ഹെഡ്, ഇന്ത്യയുടെ ഇടക്കാല പരിശീലകൻ എന്ന നിലയിൽ പ്രവൃത്തി പരിചയമുള്ള ലക്ഷ്മൺ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ മർമ്മത്തെ അറിയുന്നയാൾ തന്നെയാണ്. 134 ടെസ്റ്റുകളുടെ അനുഭവ സമ്പത്തുള്ള ലക്ഷ്മൺ കരിയറിൽ ഉടനീളം ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റായാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ ക്രിക്കറ്റ് കോച്ച് എന്ന കസേരയിൽ ഇരിക്കേണ്ടയാൾ. ഗംഭീറിൽ നിന്നും ലക്ഷ്മണിലേക്കൊരു ഷിഫ്റ്റ് ഉണ്ടായാൽ അത് അഗ്രസീവ് അപ്രോച്ചിൽ നിന്നും ട്രഡീഷണൽ രീതിയിലേക്കുള്ള മടങ്ങിപ്പോക്ക് കൂടിയായി മാറും.